എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കുഷ്യൻ്റെ കവർ കട്ട് ചെയ്യണതാണ് കാണിച്ചത്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഭാഗം ഓപ്പൺ ആയിട്ടും ഈ ഭാഗം ഫോൾഡ് ആയിട്ടുമാണ് വെച്ചിരിക്കുന്നത്, കണ്ട. അപ്പോൾ ഇവിടെ തയ്യലിൻ്റെ ആവശ്യമില്ല. പകരം നമുക്ക് ആദ്യം ഈ രണ്ട് വശം ഉണ്ടല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മടക്കുന്നത് ഒന്നല്ലെങ്കിൽ 1 ഇഞ്ചായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ എടുത്തേക്കണം അതനുസരിച്ച് വേണം മടക്കി കൊടുക്കാനായിട്ട്. എപ്പോഴും സെയിം കളർ നൂലിടണം. ഞാനിവിടെ ബ്ലാക്കാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ ബ്ലാക്ക് ഇടുന്നത്. കാരണം എവിടെ വേണം തയ്യൽ വരാനായിട്ട്, ഈ തുമ്പത്തായിട്ട് വേണം തയ്യൽ വരാനായിട്ട്. എപ്പോഴും കെട്ടിട്ട് കൊടുക്കണോട്ടോ തയ്ക്കുന്ന സമയത്ത്. അങ്ങനെ രണ്ട് വശവും നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ. തയ്ക്കാൻ മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ അത് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഹെമ്മിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ വെറുതെ റണ്ണിങ് സ്റ്റിച്ച് ആണെങ്കിൽ അത് ചെയ്യുന്നതും ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പോയി കണ്ടാലും മനസ്സിലാവും എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നതെന്ന്. രണ്ട് വശവും ഇതേപോലെ തന്നെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കോന്ന്, ഈ വശവും ഈ വശവും ഞാൻ ബ്ലാക്ക് ഇട്ടാണ്ട് തയ്ച്ചത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഈ തുമ്പത്തിട്ടിട്ട് വേണം തയ്ക്കാൻ. എന്നിട്ട് ഇതിനെ മറിച്ചെടുക്കണേ. മറിച്ചെടുത്തിട്ട് ഇത് രണ്ടും ഒപ്പം വെക്കണം. തയ്ച്ച രണ്ട് മുകൾ വശത്തെ ഭാഗമില്ല, അത് രണ്ടും ഒപ്പം വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ 1/2 ഇഞ്ചിൻ്റെ സ്റ്റിച്ച് കൊടുക്കണം. കാരണം ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഓൾറെഡി ഇങ്ങനെ നമ്മൾ മറിഞ്ഞിരിക്കുകയാണ്, ഫോൾഡ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പം ഈ രണ്ട് സൈഡിലും ഇവിടെയും കൊടുക്കണം, ഈ വശത്തും 1/2 ഇഞ്ച് സ്റ്റിച്ച് ഇങ്ങറ്റം വരെയും കൊടുക്കണം കേട്ടോ. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൊടുക്കാതെ എപ്പോഴും കെട്ടിട്ട് കൊടുക്കണം. എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെയും കെട്ടിടണം, എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയും കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം 1/2 ഇഞ്ചിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പല മോഡലിൽ തയ്ക്കോട്ടെ കുഷ്യൻ, സിബ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. സിബിൻ്റെതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ, എങ്ങനെയാണൊക്കെ സിബ് പിടിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുഷ്യൻ കവറിന്റെ പണി കഴിഞ്ഞ് ഡബിൾ സ്റ്റിച്ച് ചെയ്യണേ. ഇതേപോലെ ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ചോ ഇതേപോലെ ഇങ്ങനെ കത്രിക ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ പോയിന്റ് കീറാത്ത വിധത്തിൽ വേണം കേട്ടോ കുത്തി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ വെട്ടിട്ട് കൊടുത്താലും നല്ല പോയിന്റഡ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് എന്നിട്ട് ഇതിൽ വള്ളി പിടിപ്പിച്ചു കൊടുക്കാം. വള്ളി എന്ന് പറയുമ്പോൾ വള്ളി തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വള്ളി തയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നോക്കാം. പിടിപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഉള്ളിലല്ല കേട്ടോ വള്ളി വരേണ്ടത്. ആദ്യം നമ്മൾ ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു തയ്യൽ ഇവിടെ ഒരു തയ്യൽ കൊടുക്കണേ. പറഞ്ഞുതരാം. മുകൾ വശത്ത് തന്നെയാണ് വള്ളിയുടെ തയ്യൽ കൊടുക്കുന്നത്. അപ്പം അത് കവർ ചെയ്ത് നിൽക്കും. ഇവിടെ ഒരു തയ്യൽ കൊടുക്കുക, പിന്നെ ഇവിടെയും ഒരു തയ്യൽ കൊടുക്കുക. അടിയിലത്തെ തുണി ഒരു കാരണവശാലും പിടിക്കരുത് കേട്ടോ. നോക്കിക്കേ, ഇത് കണ്ട. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിനെ മറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു തയ്യൽ കൊടുക്കണം. അപ്പൊ നല്ലോണം കവർ ചെയ്ത് നിൽക്കും അത് അല്ല. അപ്പൊ ഇവിടെ ഒരു തയ്യൽ വേണ്ട. ഇനി ഇതിന്റെ ഏറ്റവും തുമ്പത്തായിട്ട് മതി തയ്യൽ. അങ്ങനെ നമുക്ക് 4 വള്ളി കൊടുക്കാം കേട്ടോ. വള്ളി തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പൊ നിങ്ങളത് പോയി കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് വള്ളി സ്റ്റിച്ച് ചെയ്യാനാണ്. ഇനി ഇതിന്റെ ഈ അളവിൽ തന്നെ ഇപ്പുറത്തേക്കുള്ള വള്ളി എങ്ങനെയാണ് വെക്കണം നോക്കാം. ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇത് കണ്ട ഇതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അളവ്. അപ്പൊ അതും നമുക്ക് തയ്ച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം തയ്ച്ചു കഴിഞ്ഞത്. സാധാരണ ഒരു പഴയ തുണിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുണി ഉപയോഗിച്ച് തന്നെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് അളവെടുത്ത കുഷ്യൻ്റെ കവറിലൊന്ന് ഇട്ട് നോക്കണ്ടേ, എങ്ങനെയാണ് കറക്റ്റ് ആണോന്ന് നമുക്ക് നോക്കാമല്ലോ.
അപ്പം നമുക്കിത് ഇട്ട് നോക്കാം. ഇത് സാധാരണ വള്ളി ഉപയോഗിച്ചാണ്, ഞാൻ പറഞ്ഞായിരുന്നു പല രീതിയിലുള്ള മോഡലുകളുണ്ട്, അത് നമുക്ക് വഴിയേ പഠിക്കാമെന്ന്. ബിഗിനേഴ്സിനാണ് ഇത് മെയിനായിട്ട് കാണിക്കുന്നത്. നോക്കിക്കേ, നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വള്ളി കെട്ടിക്കൊടുക്കാം. ഇത് കണ്ട, നല്ല കറക്റ്റായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുഷ്യൻ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് നിങ്ങളും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരാം നിങ്ങൾ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് പ്ലെയിൻ തുണി മേടിച്ചിട്ട് നമ്മൾ ആദ്യം ടവലിൽ ചെയ്തൊരു റണ്ണിങ് സ്റ്റിച്ച് കാണിച്ചായിരുന്നു, അതേപോലെയൊക്കെ ഡിസൈൻ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഒരു സാറ്റൻ മെറ്റീരിയലോ പോപ്ലിനോ അല്ലെങ്കിൽ ക്രേപ്പോ ഏതാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.